ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുത്തോട്ടോ. പുറത്ത് എന്തിന് ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല. വരുവാ, വെള്ളം കൊണ്ട് വരുവാ. ഞാൻ പിള്ളേരെന്ന് വിളിക്കാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കത്തില്ല. എന്താ വെച്ചായാ നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്നാലോ? അടുക്കള ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കരുത് കേട്ടോ. ഓ, നീ ഒന്നും ചുമ്മാ. അത് പിന്നെ നീ മക്കളെ വിളിച്ചായിരുന്നോ? അത് എന്നത്തേക്കാ ടിക്കറ്റ് എടുത്തത്? എത്ര നാളായി അറിയാമോ എന്റെ മക്കളെ ഒന്ന് കണ്ടിട്ട്. രാവിലെ ഞാൻ മക്കളെ ഒന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴാ അന്നാമോ അന്നാമോ വെള്ളം വെള്ളം എന്ന് പറഞ്ഞോട് അവിടെ കണ്ടായിരിക്കുന്നത്. ഞാൻ എന്നാ ചെയ്യാനായിട്ടാ? ഇപ്പൊ പിള്ളേർ ഡ്യൂട്ടിക്ക് കയറിക്കണം, എനിക്ക് പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. എടുക്കടി, വേഗം എടുക്കും. ഈ കുന്ത തൂത്താലൊന്നും നീങ്ങത്തുമില്ല. ഹലോ മോളെ, കുഞ്ഞെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എത്ര നേരമായിന്നറിയോ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. കുഞ്ഞ് ടിക്കറ്റ് എടുത്തോ? അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾ 20-ാം തീയതി എത്തും. ടിക്കറ്റ് എടുത്തു. പിന്നെ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ആ, നീ ഈ പറഞ്ഞ സാധനം ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞെ. പിന്നെ ഒരു കാര്യം, പ്രാവശ്യം ഒന്ന് വരുമ്പോഴുണ്ടല്ലോ അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് പോണേ. ആ പാപ്പച്ചൻ ഡോക്ടർ ഇല്ലയോ, നമ്മുടെ കേരള ജോണിക്കുട്ടിയുടെ അളിയനാ. അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം കുഞ്ഞെ, ഇന്നാളെ നീ വന്നപ്പം കൊണ്ടുവന്ന ചതുരത്തിലുള്ള മുട്ടായി ഉണ്ടല്ലോ, അവത്തേലെ കുറച്ച് കൊണ്ടിടണേ. നമ്മുടെ ബിബിൻ സച്ചന്റെ ബിജു അച്ഛന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പം കണ്ടാലും അവര് കുഞ്ഞിന്റെ കാര്യം ചോദിക്കുന്നത് കേട്ടോ. മക്കളെ മറക്കല്ലേ. അതൊക്കെ നാട്ടിൽ വരുമ്പോഴല്ലേ അമ്മേ. ഇപ്പോൾ അമ്മ ഒന്ന് സമാധാനപ്പെട്. എനിക്ക് ജോലിക്ക് കയറാൻ നേരമായി. പപ്പായ അന്വേഷിച്ചതായിട്ട് പറയണേ. ഞാൻ വെക്കുക, പിന്നെ വിളിക്കാം. ശരി മോളെ, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോണം കേട്ടോ. ഓക്കെ എന്നാ. നിങ്ങൾ അറിഞ്ഞോ ക്രിസ്റ്റി മോളാ വിളിച്ചേ? ആണോ? ആ, ടിക്കറ്റ് കിട്ടിയെന്ന് 19-ാം തീയതി. വേഗം ഇങ്ങോട്ട് ഒരുമിച്ചായാലോ. അന്നാമച്ചി അവരാഴ്ച വലിയ സന്തോഷത്തിലാണല്ലോ. എന്തോ വിശേഷം മണക്കുന്നുണ്ട്. എന്റെ എങ്ങനെ സന്തോഷിക്കാതിരിക്കുന്നേ? മക്കൾ വരുമെന്ന് 19-ാം തീയതി ടിക്കറ്റ് എടുത്തു. അന്നേരം ഈ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷമാക്കാമല്ലോ. പിന്നെ അന്നാമച്ചി ഞാനൊരു കാര്യം പറയാനോ. നമ്മുടെ സേവികാ സംഘത്തിന്റെ മീറ്റിംഗ് ആണ്. വരുന്നുണ്ടോ ഇന്ന്? വരുന്നുണ്ട്. ഓ, സേവികാ സംഘം ഒന്നും പറഞ്ഞ അവിടെ പരദൂഷണ കമ്മിറ്റിയാണ് നടക്കുന്നത്. എന്റെ പൊന്നച്ചായ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക. ഇന്നലെയും കൂടെ ശാന്തി എന്നെ വിളിച്ചതാ. ചെന്നില്ലേ മോശമാണ്. അയ്യോ അന്നാമച്ചി, ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ആ ചക്കപ്പറമ്പിലെ ലീലാമ്മയില്ലേ, അവള് കാനഡയിൽ പോയി മോളിലെടുത്തു. എന്നാടി? പത്രാസുകാരി. എന്നിട്ട് അവളുണ്ടല്ലോ, ആ കുന്ത്രാടം ഉണ്ടല്ലോ, എന്താണ് ഫേസ്ബുക്കും, അതിനകത്തേക്ക് അവളുടെ പേര് പടം. എന്തോ ഗമയാണ്. അഷ്ടിക്ക് വകയില്ലാത്തവളായിരുന്നു അന്നാമച്ചി. അന്നാമച്ചിക്ക് അറിയാമല്ലോ അവളെ എന്തുമാത്രം ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എവിടെ പോണേലും അവൾക്ക് ഒരു ഡ്രസ്സ് വേണേലും ഓടി എൻ്റെ അടുത്ത്. അതിങ്ങോട്ട് താ, ഇതിങ്ങോട്ട് താ, ആ ഡ്രസ്സ് ഇങ്ങോട്ട്. ഞാൻ എന്തോരം സഹായിച്ചിട്ടുണ്ട് അന്നാമച്ചി. എന്നിട്ട് എന്നോടൊരു വാക്ക് പറയാൻ പോലും അവള് കൂട്ടാക്കാതെ നമുക്ക് പോയത്. എന്തുവാ ഓട്ട് സാരമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. യു കണ്ടിന്യൂ കണ്ടിന്യൂ. ഒന്ന് പോ ചായ. എന്തൊരു കഷ്ടമാന്ന് പറയുന്നത്. അവളെല്ലോ വിളിച്ചോടി. ഇല്ല, ഇപ്പൊ വിളിക്കുമായിരിക്കും. ഞാൻ പോയിട്ട് ഇന്നലെ എന്നെ ഒന്നും എന്നോട് പറയാതല്ലേ പോയത്. ഇപ്പം വിളിച്ചേക്കുമായിരിക്കും. അന്നാമച്ചി, ലീലാമ്മ വിളിക്കുന്നത് കേട്ടോ. പറയാനായിരിക്കും. ഹലോ, ലീലാമ്മയാണോടി? സുഖമായിട്ടങ്ങ് എത്തിച്ചേർന്നോ? നിന്റെ മക്കളൊക്കെ സുഖമായിരിക്കുന്നോ? ആ, നീ മോളെ, നീ നിനക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിയല്ലോ. സന്തോഷം. പ്രാർത്ഥിക്കാം കേട്ടോ. എടി എൽസി,
ഞാൻ സുഖമായിരിക്കുന്നു. പെട്ടെന്നാണ് എനിക്ക് വിസയും ടിക്കറ്റും ഒക്കെ ശരിയായത്. അതുകൊണ്ട് ഞാനിങ്ങ് പോയിരുന്നു. നിന്നോട് പറയാൻ പറ്റിയില്ല. നീ നമ്മുടെ അയൽക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ ഇവിടെ ഇങ്ങ് വന്ന വിവരം. ആ സാരമില്ലടി, നിന്റെ വിഷമങ്ങളൊക്കെ മാറിയല്ലോ, അത് മതി എനിക്ക്. മോളെ അവിടെ ഇപ്പൊ തണുപ്പാണോ? എടി ഇവിടെ ഭയങ്കര തണുപ്പാടി, പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. ഞാൻ മൂടി പൊതച്ച് ഈ പെരക്കകത്ത് തന്നെ ഇരിക്കുക. മോനെ നീ സൂക്ഷിക്കണേടി, ആ കട്ടിയുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ. പനിയൊന്നും പിടിപ്പിച്ച് വെക്കല്ലേ, പിള്ളേർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കേടി, ഞാൻ പ്രാർത്ഥിക്കാം. ശരിയടി എന്നാൽ ഓക്കെ. ഗമക്കായ ഫോൺ കട്ടിയിട്ട് കട്ടാക്കിയല്ലോ. അവളുടെ ഒരു ഗമ കണ്ടിരിക്കും. അവിടെ തണുപ്പാണ് പോലും. അവളെന്താ കയറിയ അടുപ്പിലോട്ട് വരുന്നോട്ടെ. എന്റെ പൊന്നെൽസി മതി, ഓത്ത് മാറത്തില്ലല്ലോ ഇങ്ങനെ. എന്താ ഇത് മതി, ഇങ്ങനെ ഇത്രയും കുശം പോലും പാടില്ല. അറിയാമോ, ആ 2 പെൺപിള്ളാരെയും കൊണ്ട് അവൻ മരിച്ചേ പിന്നെ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും അവളൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം. ശരി അല്ല അമ്മച്ചി, എനിക്കും ആഗ്രഹം തോന്നുന്നു അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. എന്നാലേ ഞാൻ പോയി ഒരുങ്ങട്ടെ. ചെയ്യാൻ സംഘത്തിലെ മീറ്റിംഗ് വരുന്നില്ലേ? വരുന്നില്ലേ? ഞാൻ വരുന്നുണ്ട്. നീ പോയി ഒരുങ്ങിട്ട് വാ കേട്ടോ. ഓക്കെ. അയ്യോ, സേവ്യ സംഘക്കാരെല്ലാം കൂടെ തിയേറ്ററിൽ വരുന്നു ഇങ്ങോട്ട്. ഇന്ന് മീറ്റിംഗ് ഇല്ലയോ? ഇന്ന് പ്രാർത്ഥനയൊന്നും ഇല്ലയോ? ആ അതേതായാലും നല്ല കാര്യം. ഹലോ, അച്ഛൻ വന്നല്ലോ. ഞാൻ കുറച്ച് ലേറ്റ് ആയി. അച്ഛൻ ഇരിക്കച്ചാ. എല്ലാരും സേവ്യാസക്കാരൊക്കെ ഉണ്ടല്ലോ. ഇനി നേരത്തെ ഞാൻ വല്ലതും പറഞ്ഞത് കല്യാണം മമ്മിയാണോ? അച്ഛനും ഉണ്ടല്ലോ. മക്കളൊക്കെ വരുന്നു. 19-ാം തീയതി. കാര്യം മറക്കല്ലേ. കരിമീൻ കൃഷിയുള്ളത് എനിക്കറിയില്ല. സഹായിക്കണേ. ഞാൻ പിന്നെ വാങ്ങിക്കൂടി. വിളവെടുപ്പൊക്കെ ആയോ? വിളവെടുപ്പെല്ലാം നടക്കുന്നു. ആ ശരി സഹായിക്കണം. എനിക്ക് ഗൾഫിലൊന്നും ആരില്ലെന്ന് അറിയാമല്ലോ. ഓക്കെ ശരി, ഞാൻ അതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു കരിമീന്റെ കാര്യം നിർത്തറിയോ? ഓ, അവിടെ കച്ചവടം ഇവിടെ കച്ചവടം, എന്ത് വാഴ ഇത്? നല്ല സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? അച്ഛാ, സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മക്കൾ ക്രിസ്മസിന് വരും. അതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക്. അത് നല്ല കാര്യമാണ്. നമുക്കൊരു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സ്വന്തം പിതാവേ, ഈ ഭവനത്തിൽ വരുവാൻ സാധിച്ചതിന് ക്രിസ്മസ് ആയിട്ട് ഈ ഭവനത്തിൽ എത്തിച്ചേരാൻ സ്ഥാപനം ചെയ്തു. വരുവാനിരിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലേക്ക് കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആയിക്കോട്ടെ, നീ എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഞാൻ എന്തേലും കാര്യത്തിന് നീ വേണ്ടാന്ന് വേന ചെയ്തിട്ടുണ്ടോ? അതാരാടി വരുന്നത്? ഞാൻ അവസ്ഥയില്ലേ കല്ലുമൃത്ത സജി. എന്തുകൊണ്ട് ക്രിസ്മസ് ഒക്കെ സൂപ്പർ. ഓക്കെ, സൂപ്പർ ആയിരിക്കും അല്ലേ? ഞാൻ അതുകൊണ്ടല്ലോ എനിക്കുള്ള കേക്കൊക്കെ വെച്ചേക്കണം കേട്ടോ. പിന്നല്ല. നീ ഇപ്പൊ എന്തിനാ വന്നേ അത് പറ. ഞാൻ വലിയൊരു അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടേ. ഒരു കാര്യമുണ്ട് കേട്ടോ. 2 മാസം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ അത് ഓർമ്മയുണ്ടല്ലോ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓഴം ചെയ്യാതെ അവർ തന്നെയും പിന്നെ അതാവും. എല്ലാ വർഷത്തെ പോലെ അവർ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് കാര്യമായിട്ട് ശ്രമിക്കണം. നമുക്ക് തന്നെ പിടിച്ചെടുക്കണം. അല്ലെ പിന്നെ അവരാവും വെറുതെ ഇവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. പറയാടാ, നമുക്ക് നോക്കാം. നമുക്ക് ഇത്തവണ നോക്കാം. അതുകൊണ്ട് ഞാൻ നല്ല ഐഡിയമായിട്ട് അങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. എന്താന്ന് പറയട്ടെ, എന്റെ കൂടെ നിൽക്കണം. നമുക്ക് പിടിച്ചെടുക്കാം. എന്താന്ന് വെച്ചാല് അറിയാൻ ചെയ്യാൻ വൈസ് പ്രസിഡന്റ് അല്ല, തലമുതിർന്ന ഒരാൾ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൈസ. പിന്നെ സെക്കൻഡ് സ്ഥാനത്തേക്ക് എന്റെ പേരെ പറഞ്ഞേക്കണം. ആഹാ, നീ കൊള്ളാമല്ലോടാ. എനിക്ക് സെക്രട്ടറി ആയാൽ പറ്റുന്നില്ലയോ? എന്റെ കറിയച്ച എന്ത് പണ്ടത്രേ പറയില്ല. ഈ സെക്കൻഡ് സ്ഥാനം എന്ന് പറയാൻ കുറച്ച് പണിയുള്ള അത് ഈ പ്രായമായിരിക്കുന്ന കറിയാച്ചനെ കൊണ്ടുപോയി. ഞാനാകുമ്പോ ചെറുപ്പമാകുന്നത് എനിക്ക് പറ്റും.
അത് ശരി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അതെന്താ? എന്റെ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു വലിയ ആഗ്രഹം നമ്മുടെ പള്ളിയിലെ സെക്രട്ടറി ആണ്. ഇത്തവണയെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് സെക്രട്ടറി ആയേ പറ്റൂ. ഓ, എന്നാ പറ്റും കാര്യം ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആവുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് എന്നെ വിളിക്കും. എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യണോ. ആ അപ്പഴേ മെറി ക്രിസ്മസ്. ന്യൂജത്തിലെ പോട്ടെ, സുഖമായിരിക്കുന്നേ. അപ്പോഴൊക്കെ പറയാൻ അന്വേഷണം കേട്ടോ. ഓക്കെ, ഞാൻ ഇറങ്ങുമോ? ഓക്കെ എന്തായാലും. എന്റെ ദൈവമേ, നീ ഈ മനുഷ്യനെ കാണും സെക്രട്ടറി ആണെന്ന് ചത്തുപോയ ആ പ്രാക്ക് എന്റെ തലയിൽ ഇരിക്കുന്നത്. പൈസ ഓരോരോ കൂടി നിങ്ങളിപ്പം പറഞ്ഞത് ഇതിന്റെ പേരെന്തുവാ? പരദൂഷണം എന്നല്ലയോ? പെണ്ണുങ്ങൾ രണ്ടും പറഞ്ഞാൽ അത് പരദൂഷണം, ആണുങ്ങൾ തമ്മിൽ പറഞ്ഞാൽ അതിന്റെ പേര് മാറത്തൊന്നുമില്ല കേട്ടോ. ഓടി, നീ ഒന്ന് ചുമ്മാ ഇരിക്കന്നെ മേ. നീ എന്നെ കളിയാക്കാതെ. അതും പറഞ്ഞു. അതാ ഞാൻ പറയുന്നേ, അവനവന്റെ കണ്ണി വലിയ കോലിരിക്കുമ്പോഴേ മറ്റുള്ളവന്റെ കണ്ണിലെ കരടും വരും കേട്ടല്ലോ. എന്നെ മോളെ, നീ ഒന്ന് നിർത്ത്. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ട്. എന്തൊരു ചൂട്. എന്റെ ദൈവമേ, ഈ മനുഷ്യന് എപ്പോഴും വെള്ളം 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 എന്നൊരു വിചാരം വരും. ഞാൻ ഈ അടുക്കളയിൽ കിടത്തി ചാവത്തേ ഉള്ളൂ. എന്തൊരു കഷ്ടമാന്ന് പറയുന്നത്. ഏത് സമയം വെള്ളം വെള്ളം വെള്ളം. ഇങ്ങോട്ടിരിക്കെ, അവിടെ പോയി ഇരിക്കുമല്ലോ. നീ ആ വെള്ളം എടുക്കും. എന്തൊരു കഷ്ടമാണ്. ഇത് എന്റെ കല്യാണത്തിന് അപ്പം മേടിച്ചു തന്നത്. ആ മേടിച്ചു തരും. അയ്യോ, ഇതാരോ വരുന്ന ക്രിസ്റ്റി മോള്. എന്റെ കൊച്ചെ, നീ ഇപ്പൊ നേരത്തെ ഇങ്ങെത്തിയോ? 19-ാം തീയതി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇതാരോ ഈ രണ്ട് പിള്ളേര്? ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആഹാ മോളെ, കൊള്ളാമല്ലോ. നിന്റെ കൂട്ടുകാരിയുടെ മക്കളാണോ അവര്? ഇത് എന്റെ കൂട്ടുകാരിയുടെ മക്കളാണ്. അവരുടെ പേരൻസ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ പെൺകുട്ടികളായതുകൊണ്ട് ആരും ഇവരെ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി ഞാൻ ഇവരെ ഇങ്ങനെ ഏറ്റെടുക്കും. അത് കൊള്ളാം. തെളിച്ച് പറയേണ്ടതാ. രണ്ട് പെൺപിള്ളേരാ, ചെലവ് ചില്ലറയെന്ന് വരില്ല. അതൊക്കെ ദൈവം നോക്കിക്കൊണ്ട് വന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് എത്ര പൈസയാണ് ചെലവാക്കുന്നത്. പിന്നെ ഓരോ സെലിബ്രേഷന് എന്നൊക്കെ പറഞ്ഞ് എത്ര പൈസ നമ്മൾ ചെലവാക്കുന്നു. ഓരോ പ്രാവശ്യം ക്രിസ്മസ് ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കും. ഒരിക്കലും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കണം, കരുതണം എന്നൊക്കെ അമ്മയില്ലേ എന്നെ പഠിപ്പിക്കും. അത് ബാക്കി മാത്രം പോയോ, പ്രവൃത്തിയിലും വേണ്ടേ. എന്നാലും മോളെ, നീ എന്തോ പണിയായി കാണിച്ചത്. മോളെ, നന്നായി മോളെ. ഇത്രയും ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ എന്റെ കുഞ്ഞിനെ ദൈവം ഒരുക്കിയത്. എന്റെ പൊന്നച്ചായ, നിങ്ങൾ എന്തോ ഭർത്താവായി പറയുന്നത്. രണ്ട് പെൺപിള്ളേരാ, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിപ്പോ ഇതിനെ പഠിപ്പിച്ച് നീ കെട്ടിച്ച് വിടണം. നിങ്ങൾക്ക് വല്ലതും അറിയണോ? അന്നമ്മേ, നീ വന്ന വഴി മറക്കരുത്. എന്ത് വാച്ചായ? നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. അന്ന് ഞാന് നമ്മുടെ പള്ളിയിൽ നിന്ന് വിസിറ്റിന് അനാഥാലയത്തിൽ വന്നപ്പോൾ നീ അനാഥാലയത്തിന്റെ മൂലയ്ക്ക് പതുങ്ങിയിരിക്കുന്നു. നിന്നെ കണ്ടപ്പോഴെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞപ്പോൾ, അമ്മേ, എനിക്ക് ആ അനാഥാലയത്തിൽ കണ്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞറിയാമോ? മോനെ, ഒരപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയാ അവള്. അവളുടെ കണ്ണ് ഒരിക്കലും നനയിക്കാൻ ഇടവരുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമ്മതക്കുറവുമില്ല. ആ വാക്ക് ഞാൻ ഇന്ന് വരെ നിന്നോട് പാലിച്ചിട്ടുണ്ട്. ഉള്ളയല്ലേ? നീ ഈ വാക്ക് പറയരുത് കേട്ടോ. ഒരു നിമിഷത്തേക്ക് ഞാനത് തങ്കാരിച്ചിട്ടാണ്. അച്ഛനോട് ക്ഷമിക്കാം. ഞാനെല്ലാം ഓർക്കുന്നുണ്ട്. ഈ മക്കൾ ഇനി എന്റെ കൊച്ചുമക്കളായിരിക്കും. What is your name? Your name പറ മോളെ. നല്ല പേര്. ഇനി എന്നും ഞങ്ങളുടെ അപ്പന്റെ അമ്മയുടെ കൊച്ചുമക്കളായിരിക്കും.